Hi, let's see the question. Consider two identical metallic spheres of radius r, each having charge q and mass m. Charge q and mass m. Their centers have initial separation of 4r. Okay. Both the spheres are given an initial speed of u towards each other. The minimum value of u so that they can just touch each other. യെസ് അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വി ആർ ഹാവിങ് ടു ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആണ് ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് and their centers are separated by a distance of 4r initial separation, that is 4r initial separation, center to center separation ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അത് 4r സെപ്പറേഷൻ ആണ്. മാത്രമല്ല ഓരോന്നിനും ചാർജ് ഉണ്ട്, രണ്ടിനും ക്യാരീസ് എ ചാർജ് ക്യൂ ഈച്ച് ചാർജ് അതിനുണ്ട്. റെഡി അല്ലേ? യെസ്. ഇനി നോക്കൂ, പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്. മാത്രമല്ല മാസും ഉണ്ട് കേട്ടോ, അതിന് മാസ് ഉണ്ട്. Yes, and their centers are separated by a distance 4r like this. ഇനി രണ്ടും നോക്കൂ, സെർട്ടൺ ഇനീഷ്യൽ സ്പീഡിൽ ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യാണ് യു സ്പീഡിൽ. പക്ഷെ എന്താണ് യുവിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത്? ആ യു സ്പീഡിൽ വന്നാൽ അവർ രണ്ടുപേരും ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യണം, ഇവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് പോരുത്. അപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടച്ച് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി 0 ആയിരിക്കണം, അതിൻ്റെ കണ്ടീഷൻ. ജസ്റ്റ് ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി നോക്കൂ, ടച്ച് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് ജസ്റ്റ് ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ. ലൈക്ക് ദിസ്. അപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, ഈ ഒരു പൊസിഷനിൽ അവർ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്തെ വെലോസിറ്റി രണ്ടു പേരുടേതും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിലോ, ഇനീഷ്യൽ വെലോസിറ്റി യു. അങ്ങനെയാണെങ്കിൽ ആ ഇനീഷ്യൽ വെലോസിറ്റി എന്ത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ക്വസ്റ്റ്യന് ഇത്തിരി വലിയ ക്വസ്റ്റ്യനാണ്, പക്ഷേ അത്രയൊന്നും പ്രശ്നമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്കതിന് ചെയ്യാം. നമ്മൾ ആകെ ചെയ്യേണ്ടത് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാനാണ്. പക്ഷേ എനർജി കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, അപ്പോൾ ഇതിൽ വർക്ക് എനർജി പവർ ചാപ്റ്റർ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇതിൽ ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട്, ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ വളരെ ബേസിക്കലി പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. പക്ഷെ അതിൽ പല ചാപ്റ്ററിലുള്ള കോൺസെപ്റ്റുകളും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാൽ ആ ക്വസ്റ്റ്യൻ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണോ? ഒരിക്കലുമല്ല. നമ്മൾ ആദ്യം എൻ്റെ ഇനീഷ്യൽ എനർജി കാണാം. ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ചാർജ്ഡ് ബോഡി ഇവിടെ, ഈ ചാർജ്ഡ് ബോഡി ഇവിടെ, ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യലി ഉണ്ട്. റെഡി അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. മാത്രമല്ല ഇതിന് എം മാസ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നെക്സ്റ്റ് നോക്കൂ, ഇത് യു സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു, ഇത് യു സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇയാളുടെ കൈനറ്റിക് എനർജി ഉണ്ട്, ഇയാളുടെ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇനീഷ്യൽ എനർജിയാണ് ഞാൻ ആദ്യം കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ എനർജി ടി ഇനീഷ്യൽ എടുക്കാൻ പോവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ കൈനറ്റിക് എനർജി എടുക്കുക. ഇയാളെ കൈനറ്റിക് എനർജി എത്ര? 12 mv². ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് അടുത്ത പേജിലേക്ക് എടുക്കാൻ പോവാ. നെക്സ്റ്റ് പേജിലേക്ക് എടുക്കാം. യെസ്, ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. യെസ്, നോക്കാം. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ ആളെ കൈനറ്റിക് എനർജി 12 mu² പ്ലസ് രണ്ടാമത്തെ ആളെ കൈനറ്റിക് എനർജി 12 mu² പ്ലസ് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അതെത്ര? 1/4πε0 q² ഡിവൈഡഡ് ബൈ q1 q2 ഡിവൈഡഡ് ബൈ r എന്നാണ്. ഇവിടെ അതിനെ k എന്നാണ് 1/4πε0 എല്ലാ ഓപ്ഷനിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? k ഇൻറ്റു q² ഡിവൈഡഡ് ബൈ അവരുടെ ഇനീഷ്യൽ സെൻറ്റർ സെപ്പറേഷൻ, അത് 4r ആണ്. 4r. ഇനി എന്തുണ്ട്? അതിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽസ് ഉണ്ട് അല്ലേ? m1 m2 മാസസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r ആണെങ്കിൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? -gm1 m2 ഡിവൈഡഡ് ബൈ r ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എനർജി വരിക? -G m² ഡിവൈഡഡ് ബൈ 4r.
യെസ്, ഇതാണ് നമ്മുടെ ടോട്ടൽ ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമ്മൾ ടോട്ടൽ ഫൈനൽ എനർജി കാണുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു. നമ്മുടെ ആൻസർ ആയി. യെസ്, അപ്പം നെക്സ്റ്റ് ടോട്ടൽ ഫൈനൽ എനർജിയാണ് ടി ഫൈനൽ. ടി ഫൈനൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ടച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി 0, അപ്പോൾ കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി 0 പ്ലസ്. ഇനി നോക്കൂ, ഈ ഘട്ടത്തിൽ അവരുടെ ചാർജ് ഇയാൾക്ക് ക്യൂ ഉണ്ട്. സെന്റർ സെപ്പറേഷൻ എത്ര? ഓരോരുത്തരുടെയും റേഡിയസ് 6 ആണ്. അപ്പോൾ സെന്റർ സെപ്പറേഷൻ ഇവിടെ 2r ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി kq² ഡിവൈഡഡ് ബൈ 2r. ദെൻ നോക്കൂ, അവരുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ക്യാപിറ്റൽ Gm² ഡിവൈഡഡ് ബൈ 2r. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഇനീഷ്യൽ എനർജിയും ടോട്ടൽ ഫൈനൽ എനർജി എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം ബൈ കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ therefore വാട്ട് വി ക്യാൻ റൈറ്റ്, ഈ ഫസ്റ്റ് ടേംസിനെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? mu² ദാറ്റ് ഈസ് ഈക്വൽ ടു mu² പ്ലസ് അവിടെ kq² ഡിവൈഡഡ് ബൈ 4r minus Gm² divided by 4r. That must be equal to here kq² divided by 2r minus Gm² divided by 2r. Equation 1ഉം 2ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. നമുക്ക് u അല്ലേ വേണ്ടത്? അപ്പോൾ mu² ഞാൻ ഇവിടെ നിർത്തി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ ഇതാരാ? ഇത് ഹാഫ് kq² ബൈ r. ഇയാളോ 1/4 kq² ബൈ r. അപ്പോൾ ഹാഫിന്ന് 1/4 പോയാൽ എത്രടാ? ഇയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ എഴുതാം, ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. kq² ഡിവൈഡഡ് ബൈ r ഇൻറ്റു 1/2 മൈനസ് 1/4. ശരിയല്ലേ? ഈ ടേം അപ്പുറത്തേക്ക് എത്തുമ്പോൾ നെഗറ്റീവായി. ഇനി അവിടെ ഓൾറെഡി ആരാ ഉള്ളത്? മൈനസ് Gm² ഡിവൈഡഡ് ബൈ r അവിടെ ഉണ്ട്. അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അത് പുറത്തേക്ക് എടുത്താൽ ഇവിടെ 1 റെഡി അല്ലേ? സോറി, ഇവിടെ 1 അല്ല, 1/2. സോറി, 1/2. ഇനി ഇയാൾ നോക്കൂ, ഇയാൾ അങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. പക്ഷെ ഞാൻ മൈനസിന് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ മൈനസ് ആവില്ല. ശരിയല്ലേ? അപ്പോഴല്ലേ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കിട്ടുക? യെസ്. അപ്പം മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് കാല് പോയാൽ ഓക്കെ. അപ്പോൾ യു വിൽ ഗെറ്റ് 4 എന്ന് കിട്ടും. therefore kq² ഡിവൈഡഡ് ബൈ 4r മൈനസ് Gm² ഡിവൈഡഡ് ബൈ again 4r. റെഡി ആണല്ലോ? ഓക്കെ. യെസ്, നമുക്ക് വേണ്ടത് ആ എം ഉണ്ട് അല്ലേ? അപ്പോൾ u² ആണെങ്കിൽ ആ എം കൂടെ ഇവിടെ വരും. ഇവിടെ ഒരു എം ഉണ്ടാവും, അതുപോലെ ഇവിടെ എം ഉണ്ടാവും. നമുക്ക് വേണ്ടത് u അല്ലേ? യെസ്. അപ്പോൾ u ഈക്വൽ ടു റൂട്ട് ഓഫ് അപ്പം ഇനി നമ്മൾ ഓപ്ഷൻ നോക്കണം. നമ്മുടെ ആൻസറിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. ഓപ്ഷൻ്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം. ഓപ്ഷനിൽ എന്താ ചെയ്തത്? എല്ലാത്തിലും kq² ബൈ mr പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആരാളുള്ളത്? ആ ഫസ്റ്റ് ടേമിനെ പുറത്തെടുക്കുക. kq² ഡിവൈഡഡ് ബൈ 4mr പുറത്തെടുത്താൽ ഇവിടെ 1 മൈനസ്, അവിടെ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ Gm² ഡിവൈഡഡ് ബൈ kq² പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ kq² ഇവിടെ കൊടുക്കണം. ഇങ്ങനൊരു ആൻസർ ഉണ്ടോ? നോക്കുക. kq² ബൈ 4mr into 1 minus Gm² by kq². Yes, option 1 is correct. Option 1 is the right answer.